ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ? അപ്പം നോക്കി എന്നത്തെയും പോലെ നിറഞ്ഞു പൂത്തുന്ന നമ്മുടെ മെലസ്റ്റോമ നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നോക്കി താഴേക്ക് ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പൂവില്ലാത്ത കമ്പുകൾ നമുക്ക് എന്നും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നായാലും നിറച്ച് പൂക്കളും മുട്ടൊക്കെ ആയിട്ട് അത്രത്തോളം നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഇപ്പോൾ നല്ല വെയിലിൻ്റെ ഒരു ചൂടുണ്ട് കേട്ടോ. മാത്രമല്ല നമ്മുടെ ഈ ഒരു മെലസ്റ്റോമ നമ്മളിപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളതായാലും ഡയറക്റ്റ് സൺലൈറ്റ് ഇങ്ങനെ നന്നായിട്ട് കിട്ടുന്ന രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പൂക്കൾക്കായാലും നല്ല സൈസും അതേപോലെ തന്നെ നല്ല കളറും മൊത്തത്തിൽ നല്ല അടിപൊളിയായിട്ട് അവിടെ നിൽക്കുന്നത്. പിന്നെ തൊട്ട് അടുത്തായിട്ട് വേറെ ആശാനും കൂടി നല്ല രീതിയിൽ തന്നെ പടർന്ന് കയറിയിട്ടുണ്ട്. പിന്നെ ഇന്നാണെങ്കിൽ തന്നെ നോക്കി നല്ല വെയിലാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് നല്ല മഴയൊക്കെ കിട്ടിയതിന് ശേഷം ഇപ്പോൾ ഒരു ചൂടുള്ള വെയിൽ ഇടുന്നത് ഇപ്പോൾ ഇന്നാന്ന് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല മഴയും കിട്ടി. അതേപോലെ തന്നെ ഇപ്പോൾ ഇതാണെങ്കിൽ നല്ലൊരു ചൂടുള്ള വെയിലുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു അടിപൊളി ക്ലൈമറ്റ് തന്നെയാണ്. അപ്പോൾ നോക്കി നല്ല കളർഫുൾ ആയിട്ടാട്ടോ നിൽക്കുന്നത് എല്ലാ പൂക്കളും. പൂക്കൾ പോലെ തന്നെ എപ്പോഴും ഇതിലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിറച്ച് മുട്ടുകൾ ഉണ്ടാവുമല്ലോ നാളത്തേക്ക് വിരിയാനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി പൂക്കളുണ്ടാവും. ഒരു ദിവസം പോലും പൂക്കളില്ലാത്തൊരു പ്രശ്നമില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരാൾ നല്ല രീതിയിൽ പടർന്ന് പന്തലിച്ച് കയറിയിരുന്നല്ലോ. അത് വേറൊന്നും അല്ല കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ പയറാണ്. ഇപ്പോൾ നമ്മുടെ വള്ളിപ്പയറാട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ഒരു 3-4 കളർ വെറൈറ്റി അവൈലബിൾ ആണ്. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പയറല്ല. അപ്പോൾ ഉണ്ടായി തുടങ്ങിയതിന് ശേഷം മിക്ക ദിവസവും നമ്മളിവിടുന്ന് പൊട്ടിക്കാറുണ്ട് കേട്ടോ. കാരണം അത്രത്തോളം നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടുന്നുണ്ട് നമുക്ക്. മാത്രമല്ല ഈ ഒരു ഏരിയ ഫുൾ ഇങ്ങനെ നീളത്തിൽ അങ്ങനെയാട്ടോ നമ്മളിപ്പോൾ നട്ടു കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമ്മളിപ്പോൾ മതിൽ പന്തലാട്ടോ ചെയ്തിട്ടുള്ളത്. മതിലിൻ്റെ സെറ്റപ്പിൽ ഇങ്ങനെ നമുക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമ്മുടെ നെറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു നെറ്റാണോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പല വെറൈറ്റി കളറുകളുള്ളതുകൊണ്ട് തന്നെ നമുക്കിത് പറിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു കളർഫുൾ മായി തന്നെ ആയിരിക്കും കേട്ടോ. കാരണം ഇപ്പോൾ പർപ്പിൾ ഉണ്ട്, അതേപോലെ നോക്കി നല്ല രീതിയിൽ തന്നെ ഒരു ബ്രൗൺ കളർ പോലത്തെ ഒരു പയറുണ്ട്. അതുപോലെ തന്നെ പച്ചയിൽ തന്നെ 2-3 വെറൈറ്റി ഉണ്ട് കേട്ടോ. അതുമാത്രമല്ല കേട്ടോ, ഈ ഒരു പയറിനായാലും വള്ളിപ്പയർ പോലത്തെ നല്ല നീളമാട്ടോ. പുതിയ വള്ളിപ്പയർ നല്ല നീളമുള്ള പയറാണെന്ന് അറിയാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല നീളമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വള്ളിപ്പയറിൻ്റെ ഇതുപോലത്തെ ഇനം നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നോക്കി ഇതൊക്കെ എൻ്റെ തലയ്ക്ക് മുകളിൽ അത്രത്തോളം നല്ല ഹൈറ്റിലാട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും താഴെ പിടിച്ച് വലിച്ചു നോക്കിയപ്പോഴത്തേനും എന്തായാലും പൊട്ടാതെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടേ. പിന്നെ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തുള്ള ഒരു നെറ്റാണ് നമ്മൾ കെട്ടി കൊടുത്തതാ ഈ കാണുന്ന മുരിക്കിലേക്ക് അടപ്പ് നോക്കി മുരിക്കിൻ്റെതാ അങ്ങ് മേളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ പയറിൻ്റെ ഒരു വള്ളികളൊക്കെ ഇപ്പോൾ സ്പ്രെഡായിട്ട്. അതേപോലെ തന്നെ ഒരു മുരിക്കിൻ്റെ കമ്പുകളിൽ കൂടെ ആയാലും നല്ല രീതിയിൽ തന്നെ പയർ തൂങ്ങിക്കിടക്കുന്നുണ്ടേ. ഇപ്പോൾ ഇതാ കറക്റ്റ് പറിക്കാനുള്ള ഒരു പരുവത്തിലാട്ടോ ഞാനിപ്പോൾ പറിച്ചെടുക്കുന്നത്. കാരണം ഇനിയിപ്പോൾ 2-3 ദിവസം നമ്മളിത് പറിക്കാൻ നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് മൂത്ത് കിട്ടും. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് കുറച്ച് പയറൊക്കെ പറിച്ചെടുത്ത് നമുക്ക് പയർ തോരൻ വെക്കാം. പിന്നെ ഇതിനായിട്ട് നമ്മൾ കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് നമ്മൾ ഫുള്ള് ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. നമ്മുടെ ചാണകപ്പൊടി, അതുപോലെ തന്നെ ആട്ടുംകാഷ്ടം അതൊക്കെ തന്നെയാണ്. അങ്ങനെ എന്തായാലും നമുക്ക് വേണ്ട കുറച്ച് പയറെല്ലാം നമ്മളത് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് തോരനൊക്കെ വെക്കാൻ കേട്ടോ. അതിന് മുന്നായിട്ട് ഇപ്പോൾ രാവിലെ തന്നെ നല്ല വെയിൽ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിൽ വന്നുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് നിരത്തി ഇട്ടിട്ടുണ്ട്. അതായത് നമുക്ക് കുറച്ച് കുരുമുളക്, അതുപോലെ തന്നെ കുറച്ച് കാപ്പിക്കുരുവൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം കുറച്ച് ഉണ്ട് കേട്ടോ. എന്തായാലും അതൊന്ന് കാണിച്ചു തരാം. അത് വേറെ നല്ല കേട്ടോ. അതായത് ഞാനിപ്പോൾ പറമ്പിലേക്കൊക്കെ പോകുന്ന വീഡിയോസൊക്കെ എടുക്കുന്ന ടൈമിലായാലും നമ്മുടെ കാപ്പിക്കുരു ഞാൻ കാണിച്ചു തരണ്ടല്ലോ. അപ്പോൾ ഞാൻ പച്ചയ്ക്കാണല്ലേ കാണിച്ചു തരേണ്ടത്. അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ പഴുത്തതും കാണിച്ചിട്ട്, പക്ഷെ നമ്മൾ ഉണങ്ങിയത് കാണിച്ചില്ല. അപ്പോൾ ഉണങ്ങിയത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ചേ ഉള്ളൂ കേട്ടോ. കാരണം ഇപ്പോൾ അതിൻ്റെ ഒരു സീസൺ അല്ലാതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ പറിച്ചതിൻ്റെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് ഞാൻ ഇതൊന്ന് ഉണക്കാനിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതായിട്ട് നമ്മുടെ ആ ഒരു ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയതുകൊണ്ട് തന്നെ നല്ല കിളികിലാന്ന് കിളിങ്ങുന്നു കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് കിളിക്കുമ്പോഴത്തേനും കഴിഞ്ഞ വർഷത്തെ ആയതുകൊണ്ട് തന്നെ മേൽക്കൂടി ചെറിയൊരു പൂപ്പലിൻ്റെ ഒരു അംശം പോലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് പച്ചവെള്ളത്തിൽ നന്നായിട്ട് 2-3 വട്ടം കഴുകി എടുത്തപ്പോഴത്തേനും അത് മൊത്തത്തിൽ പോയിട്ട് ഉള്ളിലേക്ക് അങ്ങനെ കേടോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ട് ഉണക്കി നല്ല രീതിയിൽ തന്നെ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാളിതുപോലെ സ്റ്റോർ ചെയ്യാനൊക്കെ വരും. നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ പൊടിച്ചെടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ നോക്കി കഴുകിയപ്പോഴത്തേന് നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ. ഇതായിട്ട് നമ്മുടെ ഉണങ്ങി കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ അതാ നല്ല രീതിയിൽ തന്നെ കിളിക്കിലാന്ന് ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടൊന്ന് പുറം ഭാഗം നന്നായിട്ട് കഴുകി എടുത്തുള്ളൂ. അപ്പം നല്ല അടിയിൽ എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പൊക്കോളും. പിന്നെ അതവിടെ നമ്മൾ കുറച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ. അപ്പം നല്ല അവിടെ ഡയറക്റ്റ് അങ്ങനെ ഇട്ട് കൊടുത്തിരിക്കണം. അപ്പം നമുക്ക് ഇളക്കി കൊടുത്താൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വാരി വയ്ക്കും. പിന്നെ ഇതവിടെ കാപ്പിക്കുരു പോലെ തന്നെ കുറച്ച് കുരുമുളകും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി നമ്മളിതാ പറിച്ചത് ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസം കൂടി ഒന്ന് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വാരി വയ്ക്കാൻ വേണ്ടി പറ്റുമേ. അതേപോലെ തന്നെ ഇതൊക്കെയെന്ന് പറയുമ്പോൾ നമ്മുടെ ലാസ്റ്റ്, അതായത് നമ്മളിപ്പോൾ തിരഞ്ഞ് പറിക്കില്ല, ലാസ്റ്റ് എല്ലാം പറിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് മൂത്തൊക്കെ ഉണ്ടാവില്ല, പഴുത്തത് വീണതും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാം നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഇത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിലവിലുള്ളൊരു സ്റ്റോക്ക് എന്ന് പറയാം. അപ്പോൾ എന്നാൽ ഇത് നമുക്ക് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം ഡ്രൈ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലൊക്കെ ആക്കി വയ്ക്കുകയാണെങ്കിൽ ഇതും നമുക്ക് ഒരുപാട് നാളിങ്ങനെ പൊടിച്ചിട്ട് വേണമെങ്കിൽ പൊടിച്ചിട്ട് വയ്ക്കാം. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പേറ്റി എടുക്കാനായിട്ട്, അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് മുറം വെച്ചിട്ട് നന്നായിട്ടൊന്ന് പേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഒരു കരടും അതുപോലെ നോക്കി ചെറിയൊരു നമ്മുടെ ഒരു തിരികൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് നന്നായി അതിൽ നിന്ന് മുറം വെച്ച് പേറ്റുമ്പോഴത്തേനും അതിൻ്റെ ഉള്ളിലുള്ള കരടും അതുപോലെ തന്നെ എന്താ മണ്ണോ പൊടികളോ എല്ലാം നമുക്ക് നന്നായിട്ട് പോയിട്ട് നല്ല ക്ലിയർ ആവട്ടെ. അപ്പം എന്തായാലും അതൊക്കെ ഒന്ന് ചെയ്യാനുണ്ട്. അപ്പം എന്തായാലും നമുക്ക് 2 ദിവസം കൂടി ഒന്ന് വെയിലത്തിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം. പിന്നെ ഇത് നമ്മൾ മെഷീനിലിട്ടിട്ട് മെതിച്ച് വന്നതിൻ്റെ ആ ഒരു ബാലൻസുള്ള ഒരു ചണ്ടിയാവട്ടെ. അപ്പം എന്തായാലും അതൊന്ന് ഉണങ്ങാനിട്ടിരിക്കുകയാണ്. അപ്പോൾ വെയിലുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എന്തായാലും 2 വെയിൽ കൊള്ളുമ്പോഴത്തേനും ഇത് നമുക്കൊന്ന് വാരി വയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിലായാലും നമുക്ക് കുറച്ച്
മണികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കുരുമുളകിൻ്റെ മണികൾ ചെറുതായിട്ട് ഇങ്ങനെ ഇടയിൽ കൂടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് പേറ്റി എടുക്കണമെങ്കിൽ അത് നമുക്ക് വേർതിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ തന്നെ കരണ്ടുള്ളതുകൊണ്ട് അത് വേർതിരിച്ചെടുക്കൽ കുറച്ച് ടാസ്കിന് എന്തായാലും ഇവിടെ കിടന്ന് നന്നായിട്ട് ഉണങ്ങട്ടെ. അപ്പോഴത്തേനും നമുക്കിത് അവിടെ കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പോൾ പണി വേറെ ഒന്നുമല്ല, ഇതാ ഇവിടെ ആയിട്ട് നമ്മുടെ കറിവേപ്പിൻ്റെ ഒരു തൈയായിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് വലുപ്പം ഉപയോഗിച്ചിട്ടുള്ളൊരു തൈ തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഇതൊന്ന് ഒടിക്കാതെ ഇങ്ങനെ നിർത്തിയിരിക്കും കേട്ടോ. അപ്പോൾ 2 തൈ ഉണ്ട് കേട്ടോ നമുക്കിപ്പോൾ. അപ്പോൾ 2 ഞാനങ്ങനെ ഒടിക്കുന്നില്ല കേട്ടോ, കാരണം ഒന്നുകൂടി നല്ല രീതി തന്നെ സ്പ്രെഡായിട്ടൊന്ന് വളരട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതി തന്നെ മുകളിലേക്ക് ഇത് ഹൈറ്റൊക്കെ വെച്ചിട്ട് കുറച്ചൊക്കെ ഇത് പടർത്തൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ചാരമൊക്കെ ഇതിൻ്റെ ചുള്ളിൽ എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചാരം അതുപോലെ തന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി ഒന്ന് വലിപ്പമൊക്കെ വെച്ചൊന്ന് സെറ്റായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ചുറ്റിൽ കുറച്ച് കാടൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ അടുത്തായിട്ട് 3-4 മഴയൊക്കെ കിട്ടിയോണ്ട് തന്നെ കാടും അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേ ചീരയുടെ തൈകളൊക്കെ മുളച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാം ഒന്ന് പറിച്ച് മാറ്റിയതിന് ശേഷം അതിന് നമുക്ക് ഫ്രീ ആയിട്ട് വിടാം. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ ഒരു ഗ്രോത്ത് ഉണ്ടാവും. അതേപോലെ എന്താ ഈ ഒരു പുറകിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഏലമാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇവിടെ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ തയ്യേലങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ആ തയ്യേലത്തിൻ്റെ ഒരു ചിമ്പ് നേരെ വന്നിട്ടുള്ളത് നമ്മുടെ ആ ഒരു കറിവേപ്പിൻ്റെ നേരെ ആ ഒരു ഡയറക്റ്റ് ആയിട്ടാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ ഞാൻ എന്തായാലും കാടൊന്ന് പറിച്ചെടുക്കട്ടെ. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ അങ്ങനെ നമുക്ക് വെയിലോ കാര്യങ്ങളോ അത്രയ്ക്ക് അങ്ങ് അറിയുന്നില്ല കേട്ടോ, കാരണം ഇവിടെ ഒരു ചെറിയൊരു കൂളിംഗ് ഉള്ളൊരു ഏരിയ ആണ്. അപ്പോൾ വെയിൽ വന്നാൽ തന്നെ ഇവിടെ വെയിൽ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കുന്നൊരു ഭാഗം കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു ഭാഗത്തെ കാട് പറിക്കലിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 എണ്ണത്തിൻ്റെ ചൂട് കേട്ടോ പറിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ മണ്ണൊക്കെ നല്ല രീതിയിൽ തന്നെ നനഞ്ഞു കിടക്കുകയായിരുന്നു. അതായത് ഇന്നിപ്പോൾ ഉള്ളൊരു വെയിലല്ലേ, കാരണം 3 ദിവസം എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ വലിയ വെയിലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വെയിൽ ഇപ്പോൾ ചൂടായിട്ട് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആ ഒരു തണുപ്പുണ്ടായിരുന്നു കേട്ടോ, നമുക്കൊരു മഴയുടെ ഒരു എഫക്റ്റിലുള്ള ആ ഒരു തണുപ്പ് ഉണ്ടായിരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ കാടെല്ലാം പറിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മണ്ണൂടി ഒന്ന് ചുവട്ടിലേക്ക് ഇതാ കൂട്ടി കൊടുത്തിരിക്കുകയാണേ. അപ്പോഴത്തേനും നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് കുറച്ചധികം പേര് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതാ കയറി പോകുന്നത്. അപ്പോൾ ഫുഡ് എടുക്കാൻ വേണ്ടി നമുക്ക് വേറെ ദൂരമൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ, അവിടെ തന്നെയാണ്. അപ്പോൾ ഇത് ഫുള്ള് ഇപ്പോൾ നമ്മൾ നട്ടു കൊടുത്തുള്ളത് മെയിനായിട്ട് അവരെ ലക്ഷ്യമാക്കിയിട്ട് തന്നെയാണ്. കാരണം ഇതിൻ്റെ അടിയിലുണ്ടാകുന്ന കിഴങ്ങ് നമുക്ക് കൊടുക്കാം, മേലുണ്ടാകുന്ന ഇല നമുക്ക് വേസ്റ്റ് ആക്കുകയും വേണ്ട, അത് നമുക്ക് അവർക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ആർക്കാന്നല്ല, നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾക്ക് അല്ലാതെ ആർക്ക്. അപ്പോൾ എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചേമ്പിൻ്റെ ഇലയൊന്ന് മുറിച്ചെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. നല്ല വലിപ്പമുണ്ട് കേട്ടോ ചേമ്പിൻ്റെ ഇലകൾ, നോക്കി നല്ല വലിപ്പത്തിൽ നല്ല സ്പ്രെഡായിട്ട് ഇങ്ങനെ ഒരു കൂട്ടത്തോടെ ഇങ്ങനെ നിൽക്കുവാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ എന്താ നമുക്കിതാ കുറച്ചൊന്ന് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ വലുതായതുകൊണ്ട് നമുക്കൊരു കുറച്ച് വെട്ടുമ്പോഴത്തേനും ഇങ്ങനെ കൈ നിറയുന്നൊരു ഫീലാട്ടോ, കാരണം നല്ല വലിപ്പമുള്ള ഇലകളാണല്ലോ. അങ്ങനെ എന്തായാലും നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ടായി. ഇനി നമുക്കിതുമായിട്ട് നേരെ അവരുടെ അടുത്തേക്ക് പോവാം. പിന്നെ ഇല പോലെ തന്നെ ചേമ്പിൻ്റെ തണ്ടും നല്ല സൈസ് ഉണ്ട് കേട്ടോ, നമുക്ക് കറി വയ്ക്കാനൊക്കെ അടിപൊളി തന്നെയാണ് കേട്ടോ. പരിപ്പൊക്കെ ഇട്ട് കറി വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇല പോലെ തന്നെ തണ്ടായാലും നല്ല വലുപ്പമുണ്ട്, ഒരു തണ്ടിന് നമുക്ക് ധാരാളം കേട്ടോ. പിന്നെ നമ്മുടെ മീൻ കുഞ്ഞുങ്ങളൊക്കെ ആയാലും കുറച്ച് വലുപ്പം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തീരെ കുഞ്ഞതാട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സൈസൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ നമ്മൾ ചേമ്പിൻ്റെ ഇലയൊക്കെ കൊടുക്കുമ്പോൾ അവർ അത്യാവശ്യം നല്ല രീതിയിൽ അത് കഴിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ ടൈപ്പ് ചേമ്പിൻ്റെ നമ്മൾ കൊടുക്കാറുണ്ട്, ഈ ഒരു ടൈപ്പ് മാത്രമേ കൊടുക്കാറുള്ളൂ. അവരെ കരുതിയിട്ട് എന്തായാലും നമ്മൾ ഈ ഒരു ഏരിയയിലൊക്കെ കുറച്ച് ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ചെറുതും വലുതൊക്കെ ആയിട്ട് പല ടൈപ്പ് ഇലകളുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ ഇലയൊക്കെ എന്തായാലും അവിടെ നിൽക്കട്ടെ, കാരണം കുറച്ച് ഡേയ്സ് കഴിയുമ്പോഴത്തേന് നല്ല വലുപ്പമുള്ള ഇലയായിട്ട് മാറുമല്ലോ. പിന്നെ നമ്മുടെ മീൻ കുഞ്ഞുങ്ങളുടെ സൈസ് കുറച്ച് കൂടുതലുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഫീഡിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയിൽ നല്ല രീതിയിൽ തന്നെ മാറ്റം വരുത്തിയിട്ട് മാത്രമല്ല ഫീഡ് കൊടുക്കുന്ന ടൈമിലും ഇപ്പോൾ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ ആദ്യം കൊടുക്കുന്ന ഒരു ടൈമിനേക്കാൾ ഒരു 3 ടൈംസ് കൂടുതൽ ഫുഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ ഇതുപോലത്തെ ഫുഡും വരും, അതേപോലെ നമ്മൾ അല്ലാതെ അവർക്ക് വാങ്ങിക്കുന്ന പെല്ലറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൊടുക്കാറുണ്ടേ. അപ്പോൾ എന്തായാലും നേരെ അങ്ങോട്ടേക്ക് നമ്മളിങ്ങനെ അവരുടെ അടുത്തേക്ക് വരുമ്പോഴത്തേനും അവർക്ക് കറക്റ്റായിട്ട് ആ ഒരു ഇത് അറിയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ നോക്കിയാൽ മുകളിലേക്ക് ഇതാ കുറേ ഓളങ്ങൾ കാണുന്നുണ്ടല്ലേ, അപ്പോൾ അതവരിങ്ങനെ മേളിൽ കൂടെ വന്നിട്ട് അങ്ങനെ തുള്ളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേനും നല്ല ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇപ്പോഴാണെങ്കിൽ നമ്മളത് അതിൻ്റെ മേളിൽ കൂടെ ഇതുപോലെ നെറ്റ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. കാരണം ഇങ്ങനെ നെറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ സേഫ് ആട്ടോ. മാത്രമല്ല നമുക്ക് ഇവിടെ ആണെങ്കിലും ഇടയ്ക്ക് വേഴാമ്പലൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നെറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്തായാലും അവർക്ക് പിടിക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ട് തന്നെ സേഫായിട്ട് അവരവിടെ കിടന്നോളും. പിന്നെയാണെങ്കിൽ അവിടെ തൊട്ടടുത്ത് തന്നെയായിട്ട് നമ്മുടെ പേരമരണ്ട്. അപ്പോൾ അവിടെ നിന്ന് വീഴുന്ന ചപ്പും കാര്യങ്ങളൊക്കെ ആയാലും ഈ ഒരു നെറ്റിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂലെടുത്ത് ഒന്ന് അടിച്ച് കൂട്ടിയിട്ട് വാരി എടുക്കുകയാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടി എളുപ്പമായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ നേരെ എല്ലാം പാടെ ഈ ഒരു കുളത്തിലേക്കല്ലേ വീഴുക. പിന്നെ ഈ ഒരു ഏരിയയിലാണെങ്കിൽ നല്ല കാറ്റാട്ടോ, എപ്പോഴായാലും വീശി അടിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ആ ഒരു പേരമരത്തിൻ്റെ കമ്പുകളൊക്കെ നല്ല രീതിയിലാട്ടോ ആടുന്നത്. പിന്നെ ആ പേരമരത്തിൻ്റെ തൊട്ട് താഴെ കൂടെയൊക്കെ ആയാലും നമ്മുടെ തയ്യലങ്ങളാട്ടോ അപ്പോൾ വെച്ച് കൊടുത്തത്. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ ഒരു എല്ലാം പാടെ ഇങ്ങനെ വീശി അടിക്കുന്നതിന് സൗണ്ടും അതുപോലെ തന്നെ കിളികളുടെ സൗണ്ട് മൊത്തത്തിലുണ്ട്. അപ്പോൾ നല്ല തെളിഞ്ഞാട്ടോ എന്തായാലും ആകാശമൊക്കെ കിടക്കുന്നത്. ഇനി അടുത്തൊരു മഴയ്ക്കാണെന്ന് പറഞ്ഞാൽ കാരണം നല്ല ചൂടുള്ളൊരു വെയിലാണേ. ആ ഒരു ചൂടുള്ള വെയിലൊരു കാറ്റ് നല്ല അടിപൊളിയല്ലേ. അപ്പം എന്തായാലും നോക്കി ആ ഒരു നെറ്റിൽ കൂടെ എത്രത്തോളം നിങ്ങൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട് നല്ല. കാരണം നേരത്തെ ഞാൻ കാണിച്ചു തരുന്നതിന് അപേക്ഷിച്ച് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി പ്രശ്നം ഉണ്ടാവില്ല ആ ഒരു നെറ്റിൻ്റെ ഇടയിലൂടെ കാണുമ്പോൾ. എന്തായാലും അവർ നല്ല ഹാപ്പി ആയിട്ട് നല്ല ആക്റ്റീവായിട്ട് തുള്ളി കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴായാലും നമ്മൾ നീച്ചപ്പോൾ തന്നെ 2 ടൈമായിട്ട്
നമ്മുടെ ഫിഷ് ഫീഡ് ഉണ്ടല്ലോ, അപ്പോൾ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈസൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലിയ സൈസാട്ടോ ഇപ്പോൾ എടുത്തുള്ളത്. കാരണം ഇവരുടെ മൗത്തൊക്കെ വലുതാവുന്നതനുസരിച്ച് നമ്മൾ ആ ഒരു ഫീഡിൻ്റെ ഒരു സൈസിൽ നല്ല രീതിയിൽ തന്നെ വ്യത്യാസം ഉണ്ട്. ഓൾറെഡി നമ്മൾ ഇന്നലെ വൈകിട്ടൊക്കെ ഇട്ട് കൊടുത്ത ഇലകളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം തിന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിന് കുറച്ച് ഇലകൾ കൂടി ബാലൻസ് ഉള്ളപ്പോൾ എന്തായാലും ഇതിനിപ്പോൾ എന്തായാലും വൈകുന്നേരം ആകുമ്പോൾ തന്നെ എല്ലാം അവരകത്താക്കും. പിന്നെ നമ്മളിങ്ങനെ നെറ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ അത് ആ ഒരു നെറ്റിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് പൊക്കിയിട്ട് അതിൻ്റെ അടിയിൽ കൂടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇട്ട് കൊടുത്തുള്ള ഇലകൾ ഫുള്ള് ഒരേ ഏരിയയിൽ തന്നെ കിടക്കുന്നത് തോന്നുന്നുണ്ടാവില്ല. അപ്പോൾ അതെന്തായാലും ഇനി എല്ലാ ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ സ്പ്രെഡായി പോകട്ടെ. കാരണം വേണമെന്നല്ല ഇവർ ഇട്ട് കൊടുത്തപ്പോഴത്തേനും തടി കൂടെ ഓടിച്ചാടി നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവരിങ്ങനെ വരുന്നതിനനുസരിച്ച് ആ ഒരു മേളിലേക്കുള്ള ഓളത്തിനനുസരിച്ച് അങ്ങനെ എല്ലാവരും നന്നായിട്ട് സ്പ്രെഡായിട്ട് പിന്നെ അവരങ്ങനെ എടുത്ത് കഴിച്ചോളും. അപ്പോൾ നല്ല അവർ കഴിക്കട്ടെ. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിലും നമ്മുടെ ഏലം തന്നെയാണ്. അപ്പോൾ ഏലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടോ നമ്മുടെ ആ ഒരു കാലങ്ങൾ പഴക്കമുള്ള ഒരു പേരമരമുള്ളത്. അപ്പോൾ ആ ഒരു പേരമരത്തിൻ്റെ ഒരു കമ്പിലാട്ടോ നമ്മൾ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഊഞ്ഞാല കെട്ടിയിട്ടുണ്ടായിരുന്നത് വിഷുവിൻ്റെ ആ ഒരു ടൈമിലൊക്കെ ആയിരുന്നു കേട്ടോ. അത് വിഷുവിൻ്റെ കുറച്ച് ഡേയ്സ് മുന്നായിട്ട്. അപ്പോൾ അതാ നമ്മളിങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരുന്നിങ്ങനെ നമ്മുടെ ഒരു മീൻ കുഞ്ഞുങ്ങൾക്ക് ഫുഡൊക്കെ കൊടുത്ത് കുറച്ചേരം ഇങ്ങനെ ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മൈൻഡൊക്കെ നല്ല രീതിയിൽ തന്നെ റിലാക്സ് ആവുന്നൊരു ഫീൽ പോകുന്നത്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആട്ടോ ഇവിടെ പൊതുവെ. നല്ലൊരു തണുത്ത കാറ്റും ഇനിയിപ്പോൾ എത്ര ചൂടാണെങ്കിൽ പോലും ആ ഒരു തണുത്ത കാറ്റും മൊത്തത്തിലൊരു അടിപൊളി തന്നെയാണോ. അതേപോലെ തന്നെ ഇപ്പം ഞാൻ കറങ്ങുമ്പോൾ അതാ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങുന്ന വരുന്നല്ലോ കേട്ടോ. ആ ഒരു കയറിങ്ങനെ പിരിഞ്ഞിട്ടാട്ടോ കിടക്കുന്നത്. അപ്പോൾ നല്ല അതൊന്ന് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് നേരെ ആടും. പിന്നെ ഈ ഒരു ഊഞ്ഞാൽ നമ്മൾ അധികം നമ്മുടെ ആവണിക്കുട്ടിനെ ഇരുത്തി അടിക്കാറില്ല കേട്ടോ. കാരണം ഇത് കുറച്ച് തിട്ടിൻ്റെ മേളിലൊക്കെ ആയതുകൊണ്ട് നമ്മൾ അവളെ അങ്ങനെ എപ്പോഴും ഇരുത്തി അടിക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അഥവാ ഇനി അവൾക്ക് ആടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂടെ തന്നെ നിൽക്കാറുണ്ടോ ആ ഒരു ആടി കഴിയണ വരെ. പിന്നെ അവൾക്ക് ഇങ്ങനെ ആടണം എന്ന് പറയുന്ന ടൈമിൽ നമ്മൾ അവൾക്ക് വേറൊരു ഊഞ്ഞാലുണ്ട്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇവിടെ തന്നെ വേറൊരു കമ്പിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. പിന്നെ അവൾ അതിലിരുന്ന് കുറേ നേരം ആടിട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ആടി നോക്കാട്ടെ ഇനി. ഇപ്പോൾ കറക്റ്റ് ആയിട്ടിട്ടെ. കാരണം അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പിരിഞ്ഞിടയ്ക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ ഫുള്ളിങ്ങനെ വട്ട കറക്കട്ടോ. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ആടുന്നൊരു ടൈമിലായാലും നിറച്ച് പേരയ്ക്ക ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ആടുന്നതിൻ്റെ ആ ഒരു എഫക്റ്റിൽ പേരയ്ക്ക പഴുത്ത പേരയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ കൂടെ താഴേക്ക് വീഴും. അതേപോലെ തന്നെ വൈകുന്നേരമൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് കിളികളുടെ മൈന്യൂട്ടായ സൗണ്ടുകൾ നമുക്ക് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അത്രത്തോളം കിളികളുടെ സൗണ്ട് ആയിരുന്നു. ഇപ്പോൾ നമുക്ക് ഉച്ച ടൈം ആയതുകൊണ്ട് ഒരുപാട് അങ്ങനെ ഇറങ്ങിയില്ല. എന്നാൽ കൂടി നമുക്ക് വൈകുന്നേരം നിറച്ച് കിളികളായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടി കുറച്ച് പേരയ്ക്ക പറിക്കാമായിരുന്നു. നോക്കി ഇതൊക്കെ നമുക്ക് പഴുത്ത് കഴിഞ്ഞാൽ താഴെ തന്നെ നിന്ന് പറിക്കാം കേട്ടോ. കാരണം അത്രത്തോളം താഴേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ആ ഒരു കമ്പിലാട്ടോ. പേരയ്ക്കയുടെ ആ ഒരു വെയിറ്റ് കൊണ്ട് ആ ഒരു കമ്പൻ്റെ താഴേക്ക് കുറച്ചൊന്ന് തൂങ്ങി കിടക്കുവാണ്. പിന്നെ അതാ മേളിലേക്ക് നോക്കിയാലും ഒരുപാട് പേരയ്ക്കാട്ടോ. ചെറുതും വലുതായിട്ട് പല സ്റ്റേജിലായിട്ട് നിറച്ചുണ്ടേ. അപ്പോൾ അതാ നമുക്ക് മേളിലേക്ക് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ പഴുത്തത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ. നോക്കി നല്ല പഴുത്തിട്ട് നോക്കി ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്ന രീതിയിലാട്ടോ ആ ഒരു പേരയ്ക്കൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ തന്നെ നോക്കി തൊട്ടടുത്ത കമ്പുകളിലായിട്ട് വീണ്ടും പഴുത്തതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരെണ്ണം ഇപ്പോൾ പറിച്ചെടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ നമുക്ക് കൈയോടെ പറിച്ച് കഴിക്കുന്നതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് വേറെ എവിടെ നിന്ന് ഇട്ടാണല്ലോ. പിന്നെ നമുക്ക് ഒരെണ്ണം പോയി പറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ ഓടയാട്ടോ. അപ്പം നമ്മളിവിടെ സ്പ്രിംഗ്ലറൊക്കെ വെക്കുന്ന ഒരു ടൈമിൽ ഇതുപോലത്തെ നല്ല ഹൈറ്റുള്ള ഓടകളിലൊക്കെയാണ് നമ്മുടെ സ്പ്രിംഗ്ലറൊക്കെ വെച്ച് കൊടുക്കുക. ഒരു 360 ഡിഗ്രി ആംഗിൾ നല്ല രീതിയിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ അങ്ങ് നനയിടും. അപ്പോൾ എന്തായാലും അതിൻ്റെ ഭാഗമായിട്ട് ഇതാ ഒരു ഓട നമ്മളിതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിവിടെ പേരയ്ക്കൊക്കെ പറിക്കാനായിട്ട്. അപ്പോൾ അത് വെച്ച് ജസ്റ്റ് ഒന്ന് തൊടുമ്പത്തേനും അതിങ്ങനെ പഴുത്തിനൊരു നെറ്റിന്ന് ഇങ്ങനെ കുഴിഞ്ഞ് വീഴാൻ ഭാഗമായിട്ട് അത്രത്തോളം പഴുത്ത് നിൽക്കുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് തൊട്ടപ്പോഴത്തേനും അത് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ കഴിക്കുമ്പോഴായാലും നല്ല മധുരം കേട്ടോ. പഴുക്കുന്നതനുസരിച്ച് പിന്നെ ഇപ്പോൾ വെയിലുള്ളതുകൊണ്ടാട്ടോ അത്രയും നല്ല മധുരം. ഇപ്പോൾ ഇതിങ്ങനെ പഴുത്ത് മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ടൊക്കെ മധുരം കുറച്ച് കുറവായിരിക്കും. ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല വെയിലൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പഴുത്ത് നല്ല മധുരം കേട്ടോ കഴിക്കാനൊക്കെ ആയാലും. ഇപ്പോൾ എന്താ ഈ താഴത്തെ കമ്പിലൊക്കെ ആയാലും നമുക്കങ്ങനെ ഒരുപാട് ഇങ്ങനെ ഹൈറ്റിലേക്കൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് താഴെ നിന്നുകൊണ്ട് തന്നെ പറിക്കാം കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പേരയ്ക്ക് ഇങ്ങനെ പഴുക്കുന്നതനുസരിച്ച് ഉള്ളിൽ നല്ല രീതിയിൽ തന്നെ ഒരു എന്താ പറയുക ഒരു ഓറഞ്ച് കളറിലേക്ക് ആവുന്ന ഒരു ടൈപ്പ് പേരയ്ക്കാണ്. അതേപോലെ തന്നെ വേറൊരു പേരയ്ക്ക് കൂടി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആട്ടോ. അതായത് വെള്ള പേരയ്ക്കാന്ന് പറയട്ടോ. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ പഴുത്താലും ഉള്ളിൽ അത്രയും അങ്ങ് ഇതുപോലത്തെ അത്രയും നല്ല ഒരു ഡാർക്കായിട്ടുള്ള ആ ഒരു ഓറഞ്ച് കളറിലേക്ക് വന്നില്ലെങ്കിൽ നല്ല മധുരമായിട്ട് അത് വേറൊരു വെറൈറ്റി ഉണ്ടായിരുന്നു, വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ ഡിഫറെൻറ്റ് ടേസ്റ്റുകളാണ്. അത് വെള്ളയ്ക്ക് ഒത്തിരി പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല മധുരമുകൊണ്ട് തന്നെ നമുക്ക് കഴിച്ച് അങ്ങനെ തീരുന്നതല്ല കേട്ടോ. അത്രത്തോളം ഇങ്ങനെ വായിലിട്ട് അലിഞ്ഞു പോകുന്ന അത്രത്തോളം നല്ല പഴുത്ത് ഇങ്ങനെ അത്രത്തോളം നല്ല മധുരമായിട്ട് നിൽക്കുകയാണല്ലോ. നല്ല പഴുത്ത പേരയ്ക്കുള്ളതുകൊണ്ട് നമുക്കൊരു 3-4 കൂടി പറിക്കാം കേട്ടോ. അത് വേറെ ആർക്കല്ലോ, നമ്മുടെ ഡയാനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവൾക്കും ഇതുപോലെ പേരയ്ക്ക ഫ്രൂട്ട്സൊക്കെ കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ചില ടൈമിലൊക്കെ കൊടുത്ത് നന്നായിരുന്നു കഴിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ടോ പേരയ്ക്കൊക്കെ കൊടുത്തിട്ട് എന്താണ് നമുക്ക് പോയിട്ട് നല്ല നല്ല മധുരമുള്ള പേരയ്ക്കാനും തന്നെ അത് പെട്ടെന്ന് അങ്ങ് കഴിച്ചോളൂ. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചുകൂടി ഒന്ന് പറിക്കാം. പെട്ടെന്ന് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് തല്ലുമ്പോഴത്തേക്കും താഴേക്ക് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നോക്കി ഇതായാലും നല്ല പഴുത്തിങ്ങനെ നല്ല സൈസുള്ളൊരു പേരയ്ക്ക തന്നെയാണ്. അപ്പോൾ നോക്കി അങ്ങനെ വീണിട്ട് അങ്ങനെ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. നല്ല പഴുത്തുകൊണ്ട് തന്നെ താഴെ മണ്ണായതുകൊണ്ട് കല്ലൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് പൊട്ടിച്ച് തെറിയുന്നുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ ആ ഒരു ഓട വെച്ച് അടിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് തോലൊന്ന് പോറിയിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ അങ്ങനെ വിഷമൊന്നുമില്ല, വലിപ്പമുണ്ട് കേട്ടോ. അന്നേരം 2 കൂടി പറിച്ചിട്ട് നമുക്ക് എന്തായാലും അവൾക്ക് കൊണ്ട് കൊടുക്കാം.
പിന്നെ ഇതാ വെയിലാണെങ്കിൽ നല്ല ചൂടിലുണ്ടാണെന്നല്ല കേട്ടോ, അവനിക്കുട്ടി നല്ല ഉറക്കാണ്. അപ്പോൾ എന്തായാലും ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ നല്ല തണുത്ത കാറ്റുകൂടി വീശുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നല്ല മണമൊക്കെ ആട്ടോ, പേരയ്ക്ക് ഇങ്ങനെ പഴുത്ത് ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ്സും ഒക്കെ ആയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഡയാനിക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് പറിച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ആൾക്ക് കൊണ്ട് കൊടുക്കാം. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു കാറ്റൊക്കെ ആയിട്ട് കുറച്ച് നേരം ആ ഒരു കാറ്റൊക്കെ കൊണ്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി നല്ല രസമായിട്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഫ്രണ്ടിലേക്ക് നമ്മുടെ മീൻകുളമാണല്ലോ വരുന്നത്. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് കാണുകയും കൂടി ചെയ്യും. എന്നാൽ അവർ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെയൊക്കെ ഫുള്ളായിട്ട് കാടെല്ലാം വെട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് താഴെ അങ്ങനെ വലിയ രീതിയിൽ കാടൊന്നും ഇല്ല. പിന്നെ നമ്മൾ ചുവട്ടിലുള്ള കാടെല്ലാം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മുടെ ചേച്ചിമാരെയൊക്കെ നിർത്തിയിട്ട് ഒരു ഏലത്തിൻ്റെ ചുവട്ടിലുള്ള കാട് ഫുള്ള് നമ്മളിത് കളഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വളങ്ങളൊക്കെ കൊടുക്കാണ്ട്, അപ്പോൾ അതെല്ലാം ചെയ്യണം. ഓരോ പണി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓരോരോ പണികളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇരിക്കുന്നത് ഒരു മണ്ട പോയ കവുങ്ങ് കഴിഞ്ഞ ദിവസം നല്ല കാര്യത്തിൽ അങ്ങനെ അങ്ങ് വീണിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ഒരു കവുങ്ങ് നമുക്കിനി നല്ല ഉണങ്ങിയതാട്ടോ, നമുക്കിനി വെട്ടി കീറിയിട്ട് നമുക്ക് തീ കത്തിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിലായിട്ട് ഒന്നിനും പുറകെ ഒന്നായിട്ട് ഓരോ പരിപാടിയൊക്കെ ചെയ്യണം. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നല്ല വീഡിയോ ഇഷ്ടമായി അയക്കാൻ മറക്കില്ല. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.